കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കിയൊരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. ആ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിലെ കെ മുരളീധരനാണ്. തീർച്ചയായും മുരളീധരൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിനകത്ത് ഒരു സമൂലമായ മാറ്റം വരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. ഇത്രയും കുറഞ്ഞ സമയത്തിനകത്ത് തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. അതിന് നാമകരണം വരെ കഴിഞ്ഞു. കരുണാകരൻ്റെ പേരിലാണ് കരുണാകരൻ മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജായിട്ട് ഉയർത്താൻ പോകുന്നത്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും UDFൻ്റെ ഒരു വലിയ ഒരു ഗ്ലാമർ വകുപ്പ് തന്നെയായി മാറും ആരോഗ്യവും ഒപ്പം കെ മുരളീധരനും, അല്ലേ? അതെ അതെ. ഇപ്പോൾ ഒരു ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും സൽപ്പേരും ചീത്തപ്പേരും കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു സാധനം. നമ്മളറിയാം, ഇടതുപക്ഷ സർക്കാരിന് 3ാം ഊഴം ഇല്ലാതാക്കുന്നതിന് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച ആൾ വീണ ജോർജാണ്, ആരോഗ്യമന്ത്രി. അത് കാരണം അവരുടെ പ്രവർത്തനം, അവരുടെ വാക്കുകൾ, അവരുടെ ആ വകുപ്പിനെ കൊണ്ടുപോയ രീതി, അത് മൊത്തത്തിൽ പ്രവർത്തനക്ഷമമല്ലാതാക്കി എന്നുള്ള ഒരവസ്ഥ. അവർ തന്നെ നേരിട്ട് പറയുകയാണ് സിസ്റ്റം ഫെയിലിയറായി. ആ ഒരവസ്ഥയിൽ വലിയ ഗതികേടിലായി. അത് മാത്രം മതി. അത് നമുക്കറിയാമല്ലോ, ഒരു രോഗിയെ ചികിത്സിക്കാൻ പോകുമ്പം ആൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആ രോഗം മാറുക എന്നുള്ളതാണ്. ഒരു സർജറി നടത്തുന്നത് എന്തിനാണ്? സർജറി നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ വേദനാജനകമായൊരു പ്രോസസ്സാണ് സർജറി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞും പിന്നെ ഇത് ഹീൽ ചെയ്യുന്നവരെ, വയറായാലും നെഞ്ചായാലും ഒക്കെ അത് ഹീൽ ചെയ്യുന്നവരെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട്, കുടുംബത്തിന് പ്രയാസം, ധാരാളം പണച്ചെലവ്, അയാൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ ഒക്കെ ഉള്ളതാണ്. എന്തിനാണ് ഈ ത്യാഗം സഹിക്കുന്നത്? ഇത് കഴിഞ്ഞാൽ ഈ വെന തീർന്നല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ്റെ ഇതങ്ങ് തീരും, ഓപ്പറേഷൻ സക്സസ്, എല്ലാം ഹീലാവും, എല്ലാം ചെയ്യും. പക്ഷേ അടുത്ത ആഴ്ച മുതൽ അയാൾക്ക് വേദന വീണ്ടും തുടങ്ങും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇല്ലില്ല, എൻ്റെ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിരുന്നു, നിങ്ങളുടെ ഹൃദയം വളരെ പരിശുദ്ധമായിട്ട് ഞാൻ കീറി തുന്നിക്കെട്ടി വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വയറ് അതിമനോഹരമായിട്ട് എല്ലാം ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞ് കീറിക്കെട്ടി വിട്ടിട്ടുണ്ട് എന്ന് പറയും. പിന്നെയും സംശയം ബാക്കി നിൽക്കും. അവർ പിന്നെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അവർ സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനോ പറയുമ്പോഴാണ് ഏതാണ്ട് നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു കത്തി, അല്ലെങ്കിൽ കത്രിക, അല്ലെങ്കിൽ കത്രികയും പിന്നെ കത്തിയും പിന്നെ അതിൻ്റെ കവറും എല്ലാം കൂടെ വയറ്റിനകത്താണെന്ന് അറിയുന്ന അവസ്ഥ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം ഉണ്ടായതിൻ്റെ ഒരു കാരണം. കാരണം ഇത് ആൾ പേടിച്ചു പോയി. ഇങ്ങനെയായാൽ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ആർക്കെങ്കിലും വിശ്വസിച്ച് ഡോക്ടറെ കാണാൻ പറ്റുമോ? നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ ചെല്ലുമ്പം വേറെ 2 പ്രശ്നങ്ങളും കൂടെ നമ്മുടെ വയറ്റിനകത്ത് ഇട്ട് തന്നേച്ച് വിടുന്ന ആളിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ കയറും? ഇതിന് പരിഹാരമായിട്ട് ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, സിസ്റ്റം ഫെയിലിയർ ആണെന്ന്, അത് സിസ്റ്റം നന്നാക്കേണ്ട ആൾ തന്നെ നാട് നീളെ പറഞ്ഞു നടക്കുകയായി. ഒരു പത്രപ്രവർത്തകയായിരുന്നു വീണ ജോർജ് എന്നുള്ളത് മറന്നുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണെന്ന് അവർ ആലോചിച്ചില്ല. ഞാനൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയായിരിക്കും? ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെ തോൽപ്പിച്ചതിൻ്റെ 1ാമത്തെ ആൾ വീണ ജോർജ്. 2ാമതേ ഉള്ളൂ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പ്. അതും ഇതുപോലെ വളരെ സെൻസിറ്റീവാണ്. അവിടെ ഇടി കിട്ടും, ചെന്നാൽ നീതി കിട്ടില്ല എന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെന്തിനാണ് അവിടെ കയറി ചെല്ലുന്നത്? വേറൊരുത്തൻ എന്നെ ഇടിക്കുന്നു, അടിക്കുന്നു, തൊഴിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അതിര് കുറ്റി മാറ്റി എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ വീട്ടിലെ പണം ഒരുത്തൻ വന്ന് ബലാത്കാരമായിട്ട് എടുത്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നപ്പോൾ എടുത്തുകൊണ്ട് പോയി, സ്വർണം മോട്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് പരിഹാരത്തിനല്ലേ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാൾ മോശമായ രീതിയിൽ നമ്മളോട് പെരുമാറുകയും കള്ളനോട് മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താവും? അതാണ് 2ാമത് വന്ന ഒരു വിന. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് 2നും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മയക്കുമരുന്നുകാരനെയൊക്കെ പിടികൂടാനായിട്ട് തൂഫാനടക്കം രമേശ് ചെന്നിത്തല കൊണ്ടുവന്നപ്പം ആളുകൾക്ക് ഒരു സ്വസ്ഥത വന്നിട്ടുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പറഞ്ഞ്, പിന്നെ പണ്ടൊക്കെയാണ് പിന്നെ SIമാർ കുറേ മിടുക്ക് കാണിക്കുമായിരുന്നു. കാരണം റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് നേരെ വരുന്ന സമയമാണ്. SI ബൈജുവിൻ്റെ മോഡലിൽ സിനിമയിലെ
നല്ല പെർഫോമൻസ് കാണിച്ചുകൊണ്ട് ഇവർ കുറച്ച് നാൾ നിൽക്കും, ഒരു 8 വർഷമൊക്കെ അങ്ങനെ നിൽക്കും. പ്രായത്തിന്റെ ഒരു ഹുങ്ക, പ്രായത്തിന്റെ ഒരു തരിപ്പും പിന്നെ ആ ട്രെയിനിങ് കഴിഞ്ഞതും അപ്പോഴുള്ള ഊർജ്ജസ്വലതയും വെച്ചിട്ട് തൻ്റെ പരിധിയിലുള്ള 450 പോലീസ് സ്റ്റേഷനുകളുള്ളതിലെല്ലാം പിള്ളേരെ അങ്ങോട്ട് നിയമിച്ചു കഴിഞ്ഞാൽ അവരവിടെ ആ വണ്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടൊരു കറക്കം, അവിടെ ജംഗ്ഷനിൽ അലവലാത്തരം കാണിക്കുന്നവനെയും കഞ്ചാവ് വയ്ക്കുന്നവനെയൊക്കെ ഒന്ന് പിടിക്കും, കള്ളച്ചാരായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പിടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതും പിന്നെ മാറി CIയെ കൊണ്ടുവന്നു. അപ്പോൾ അതും ഇപ്പോൾ മാറ്റിയിട്ട് SIമാരെ കൊണ്ടുവരാനായിട്ടൊക്കെ രമേശ് ചെന്നിത്തല സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ വകുപ്പും നന്നാവുന്നൊരു പ്രതീക്ഷയിലുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ആരോഗ്യ വകുപ്പ്. കാരണം അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ശുചീകരിക്കുക വലിയ പാടാണ്. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ, പിന്നെ ദുരവസ്ഥ ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അതിനു മുമ്പേ ഡോക്ടർ തോമസ് മാത്യു എന്ന് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നല്ല കലാകാരൻ, നാടകക്കാരൻ, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവൻ, സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ. അതെ, അദ്ദേഹം ഞാൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാനിപ്പം എനിക്ക് മെഡിക്കൽ കോളേജിലെ പിന്നെ ചാർജ് എനിക്ക് വന്നിരിക്കുകയാണ്, ഞാൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ്? എനിക്ക് കുറച്ച് ഫണ്ട് തന്നാൽ അതൊന്ന് നന്നാക്കി എടുക്കാം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അതിന് അവസരം കൊടുത്തു. വൈസ് ചെയർമാൻ വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് വിട്ടു. ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് മെഡിക്കൽ കോളേജ് നന്നായോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഒരു സ്വീപ്പറോട് ഇവിടെ തൂക്കരുത് അവിടെ തൂക്കണം എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരവസ്ഥയാണ്. സാറ് സാറേ, ഞാൻ 10-20 വർഷമായിട്ട് ഇവിടെ തൂത്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ തൂത്തിട്ടേ ഞാനവിടെ പോകുള്ളൂ. സാറ് വലിയ മെഡിക്കൽ കോളേജിൻ്റെ ഹെഡും പ്രിൻസിപ്പളും ഒക്കെ ആയിരിക്കും, അതൊന്നും എനിക്കറിയണ്ട. ഇങ്ങനെ ഓരോരുത്തരും ഇടത്ത് കെ മുരളീധരന് ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടല്ലേ? ഉണ്ട്. അയ്യോ, അതിഭയങ്കരമായ ആർജവം. ആ ആർജവം അദ്ദേഹം ഒരു 10-30 ദിവസം കൊണ്ട് തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം. അടിമുടി. ആദ്യം തന്നെ അദ്ദേഹം ഈ ഏറ്റവും വലിയ കുഴപ്പം ചെയ്യുന്ന ആളിൻ്റെ ചെവിക്ക് പിടിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ മര്യാദയ്ക്ക് നിർത്തി. അദ്ദേഹത്തിന് മനസ്സിലായത് ഇച്ചിരി ഒരു പശകാണ്. ഉടനെ തന്നെ അവർ പിന്നെ കാറ്റിൽ പോയിട്ടൊരു ഓർഡറൊക്കെ മാറ്റിക്കൊണ്ട് വന്നു, എന്നെ വീണ്ടും ഇരുത്തണം. അദ്ദേഹം പറഞ്ഞു, ഇരുന്ന പ്രശ്നമില്ല, അത് ഇതിൻ്റെ മുകളിലും കോടതി ഉണ്ടല്ലോ, ഹൈക്കോടതിയിൽ പോയി ഞങ്ങളത് കാര്യം പറഞ്ഞോളാം. ഹൈക്കോടതിയിൽ പോയി കാര്യം പറഞ്ഞു. ഹൈക്കോടതി സ്റ്റേ അങ്ങ് വെക്കേറ്റ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളിനെ ആരോഗ്യ വകുപ്പിലെ ഒരു സീനിയറായ ആളിനെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ അദ്ദേഹം സിസ്റ്റം ക്ലീൻ ആക്കാനുള്ള, ആദ്യം സിസ്റ്റം ക്ലീൻ ആക്കാൻ അങ്ങനെ വേണമല്ലോ, ബസ് നേരെ ഓടണമെങ്കിൽ ഡ്രൈവർ നേരെയുള്ളവനായിരിക്കണ്ടേ. ഡ്രൈവർ മുമ്പോട്ട് പോകാൻ ബെല്ലടിക്കുമ്പോൾ പുറകോട്ട് പോകുന്നവനായ എന്ത് ചെയ്യും? അതുകൊണ്ട് അതിനെ ആദ്യം നേരെയാക്കി. അതിനുശേഷം അദ്ദേഹം ഒരു ഉഗ്രൻ ട്രീറ്റ്മെൻറ്റ് പരിപാടി, രോഗികൾക്കല്ല ഹോസ്പിറ്റലിന് ട്രീറ്റ്മെൻറ്റിനുള്ളൊരു പരിപാടി കിട്ടി. ആ പരിപാടിയുടെ പേരെന്തറിയാമോ? കായകൽപ്പം പദ്ധതി. ഈ കായകൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു എന്താ, ഒരു പുതുജീവൻ ഒന്നുകൂടെ ചെറുപ്പത്തിലേക്ക് പോകും. അതായത് വയസ്സായി ഒന്നിനും കൊള്ളാതായി ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുന്നവനെ തേജസ്സും ഓജസ്സും ഉള്ളവനാക്കി മാറ്റി ചികിത്സ കൊണ്ട് കായകൽപ്പ ചികിത്സ. സിനിമയിലൊക്കെ ചില നടന്മാരൊക്കെ കായകൽപ്പ ചികിത്സ നടത്താറുണ്ടെന്നാണ്. അതായത് താരങ്ങളൊക്കെ പലരും കായകൽപ്പ ചികിത്സ ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഒരുവിധം ശരീരവും ഒക്കെ ഭയങ്കരമായ വെള്ളമടിക്കുന്നതും പോലും നേരെയൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എല്ലാം വാടിക്കൊഴിഞ്ഞ് തീർന്നേനെ. അത് കർക്കിടക മാസത്തിലാണോ ആ ചികിത്സ? അതെ, അത് അങ്ങനെ ഉണ്ട്. പിന്നെ ഓരോ മാസത്തിലും ഓരോന്ന് ചെയ്യേണ്ട പ്രക്രിയയൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ശാരീരിക പ്രകൃതിയും പിന്നെ ഒക്കെ നോക്കി ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനായിട്ട് കായകൽപ്പ പദ്ധതി ആദ്യം ആശുപത്രിക്ക് വെച്ചു. അതാണ് ഏറ്റവും ഗുണം ചെയ്തത്. ആശുപത്രിയെ ചികിത്സിക്കുക, അതാണ് ഏറ്റവും. ആ ആശുപത്രികളുടെ ഓജസ്സും തേജസ്സും വീണ്ടെടുക്കണമെങ്കിൽ അല്ലെ രോഗി അവിടെ വന്നാൽ ശരിയാവുള്ളൂ. അപ്പം നല്ല ഡോക്ടർ വരണം, ശുചിത്വം വേണം. ശുചിത്വത്തിന് അദ്ദേഹം ഒരു പരിപാടി തന്നെ കിട്ടും. അദ്ദേഹം തന്നെ ഇറങ്ങി മെഡിക്കൽ കോളേജിൽ വന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തി ശുചിത്വ പരിപാടി കിട്ടും. അതോടൊപ്പം ഡോക്ടർമാരോടൊക്കെ പിന്നെ മര്യാദയ്ക്ക് ജനങ്ങളോട് പെരുമാറണം, അതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് അത് ചെയ്തു. പിന്നെ ഈ തറയിൽ കിടക്കുന്നവർ, കട്ടിലിനടിയിൽ കിടക്കുന്ന വേറൊരു രോഗി, ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് മാക്സിമം കട്ടിലുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കി. 500 കിടക്കകൾ പുലേനാർക്കോട്ടയിൽ കിടക്കുക. അങ്ങോട്ട് കുറെ പേരെ മാറ്റുകയാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് സ്ഥലമില്ല. അതുകൊണ്ട് അപ്പൊ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ അവിടെ പോയി ചികിത്സിക്കും. അതെ, എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു, കാരണം ഇത് കുറെ കൂടെ അടുത്താണേ. നമ്മൾ ഈ മുൻപിൽ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത്. ഈ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ നീളത്തിൽ കിടക്കുകയാണ്. മെഡിക്കൽ കോളേജ് മുതൽ പുലേനാർക്കോട്ട വരെ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. അത് അന്ന്
ഈ ക്ഷയരോഗിയെ ആരും അടുപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് ദൂരെ കൊണ്ടുവന്ന് മഹാരാജാവ് വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതെല്ലാം ബന്ധപ്പെടുത്തി പലവിധ ഡയബറ്റിക്കിന് പ്രത്യേക സെന്ററുകളൊക്കെ ആയിട്ട് അവിടെ വലിയൊരു സംവിധാനം പുലേനാർകോട്ടയിൽ പണ്ട് പുലേനാർകോട്ട എന്ന് പറയാൻ തന്നെ അവിടെ ജനം മൂക്കും പൊത്തിക്കൊണ്ടേ അതിന്റെ മുമ്പിൽ കൂടെ പോകുള്ളൂ. കാരണം ക്ഷയരോഗി അകത്ത് കിടക്കുന്നേ, ഇങ്ങോട്ട് കാറ്റടിച്ചാൽ നമുക്ക് ക്ഷയം വരുമെന്ന് പറഞ്ഞോണ്ടേ അതിന്റെ മുമ്പിൽ കൂടെ ആരും പോവില്ല. പോയാൽ തന്നെ മൂക്കും പൊത്തിക്കൊണ്ടേ പോകുള്ളായിരുന്നു. ഇപ്പൊ അവിടെ വ്യോമസേനയുടെ കേന്ദ്രവും എല്ലാം അവിടെ രാവും പകലും ആളും ബഹളവും ഒക്കെ ആയി ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പോകുന്നു. അപ്പൊ അവിടെ കിടക്ക സൗകര്യങ്ങളും മറ്റും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ ചെയ്തു. മെഡിക്കൽ കോളേജ് കോഴിക്കോട് അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ മറ്റ് സർക്കാർ ഫണ്ട് ഉപയോഗിക്കാതെ തന്നെ ഈ പിന്നെ പല കമ്പനികൾ സ്പോൺസേർഡായിട്ട് അവിടെ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള അവിടെ ഒരു ബെഡും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളത് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ പിന്നെ താങ്കൾ പറഞ്ഞ ഈ ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് രണ്ടാം മെഡിക്കൽ കോളേജ്, അതെ തിരുവനന്തപുരത്ത് അതിനെ പറയുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം, വളരെ അത്യാവശ്യ ഒരു കാര്യമാണ്. ഈ ജനറൽ ഹോസ്പിറ്റൽ എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. തിരുവനന്തപുരത്തുകാര് ജനറൽ ഹോസ്പിറ്റലില്ല, ഈ ജനറൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. അവിടെ ജനൽ ഇല്ല എന്നുള്ളതാണ്, ജനലെല്ലാം പൊളിഞ്ഞു കിടക്കായിരുന്നു. അഴിയൊന്നും ഇല്ല. അതില് ചില വാർഡുകളുടെ ചിത്രമൊക്കെ വളരെ ദയനീയമാണ്, വളരെ ദയനീയമാണ്. ഈ പലരെയും കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ചില വാർഡുകൾ ഉണ്ടല്ലോ. അതെ അതെ, 9ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ ശുചിത്വമില്ലാത്തതും നമ്മളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തതുമാണ്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് നവീകരിച്ചൊക്കെ ഇപ്പം എടുക്കാനുള്ള നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇഷ്ടംപോലെ കോമ്പൗണ്ടും സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. ആ ഉള്ളതെല്ലാം കൂടെ ഒന്ന് മിനുക്കി കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കൊടുക്കാൻ നിർമ്മിച്ചുകൊണ്ട് 100-150 കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു MBBS പഠിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഇപ്പം നമ്മുടെ കുട്ടികൾക്കും അതൊരു ഗുണമായി. പഠിക്കാനുള്ള സൗകര്യം, വെളിയിൽ പോയി ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊക്കെ ഇപ്പോൾ പിള്ളേർ വരുന്നത് നമ്മൾ കണ്ടില്ലേ, അവിടെ പോയി നമ്മുടെ കുട്ടികളെ പിന്നെ ആൾക്കാർ അവിടേക്ക് പോകുന്നത്. ഇപ്പം തന്നെ എത്രയോ കേസുകൾ അങ്ങനെ വന്നു, അവിടെ റേപ്പ് ചെയ്യപ്പെട്ടതും അവിടെ മറ്റ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായതൊക്കെ ഒരുപാട് കേസുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മളെ ഇവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് പോകണമായിരുന്നു. അപ്പോൾ കുറേ കൂടെ പിന്നെ മെഡിക്കൽ കോളേജിൽ വന്നാൽ കുറേ പേർക്ക് പഠിക്കാനുള്ള അവസരം ഒക്കെ ആയിട്ട് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്നുള്ള വിധത്തിൽ വരാനായിട്ട് അതിന് കേന്ദ്രത്തിൻ്റെ അനുമതിയും കൂടെ വേണം ഈ മെഡിക്കൽ കോളേജുകൾ സാങ്ഷൻ ചെയ്യുമ്പോഴേ. അപ്പോൾ അതിനെ വന്ന് ഇൻസ്പെക്ഷനൊക്കെ നടത്തി ഫെസിലിറ്റികളൊക്കെ ഉണ്ടോ എന്നൊക്കെ, അപ്പോൾ ആ ഫെസിലിറ്റികളൊക്കെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം മുതിർന്നു. അങ്ങനെ അദ്ദേഹം പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഈ സിസ്റ്റം നന്നാക്കുന്നതിൻ്റെ ഒരു കാര്യം, പിന്നെ അദ്ദേഹം പറഞ്ഞത് ഉത്തമമായ ചികിത്സ, അതാണ് ഇനി അടുത്ത. പിന്നെ സ്റ്റാഫുകളുടെ ഒക്കെ നല്ല പെരുമാറ്റം മോശമാണെങ്കിൽ ഡയറക്ടർ ആയാലും കമ്പൗണ്ടർ ആയാലും ഒരേ പരിഗണനയാണ് അദ്ദേഹം. ഈ മെഡിക്കൽ കോളേജിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഡോക്ടർമാരുടെ പെരുമാറ്റത്തിലൊന്നും കുഴപ്പമില്ല, ഈ അതിന് താഴെയുള്ള ഈ സ്റ്റാഫുകളുണ്ടല്ലോ, ഓഫീസിലിരിക്കുന്നവരും അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകളും ഒക്കെ വരുന്ന ഈ സാധാരണക്കാരെ ഈ ആട്ടി അകറ്റുന്ന ഒരു രീതിയുണ്ട്. അതെനിക്കാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വെരുട്ടലും ബഹളവും ഒക്കെയാണ്, എന്തോ ഭിക്ഷ യാചിച്ച് ചെല്ലുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇതിനകത്തൊക്കെ ഒരു മാറ്റം, അതിനകത്തൊരു പെരുമാറ്റത്തിലൊരു മാറ്റം, പിന്നെ ചികിത്സയിൽ മാറ്റം, സംവിധാനങ്ങൾ നേരെ പ്രവർത്തിക്കുന്നു ഉറപ്പാക്കും. ഇപ്പം പലപ്പോഴും ചെല്ലുമ്പോൾ സ്കാനിങ് മെഷീനുണ്ട്, അത് പ്രവർത്തിക്കില്ല. കാത്ത് ലാബ് ഉണ്ടെന്ന് പറയും, കാത്ത് ലാബിന് എന്തെങ്കിലും ഒരു അപാകതം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ചിലപ്പോൾ പ്രവർത്തിക്കില്ല. അപ്പോൾ പിന്നെ വെളിയിൽ പോയി കാത്ത് ലാബ് ഉണ്ടെന്ന് പരസ്യവും പ്രസ്താവനയും ബഹളമേ ഉള്ളൂ, അവിടെ ചെല്ലുമ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് വരുന്നത്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുള്ളതിനെ പരിഹരിക്കാനൊക്കെ അദ്ദേഹം നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കായകൽപ്പ ചികിത്സ ആരോഗ്യവകുപ്പിന് പൂർണ്ണമായിട്ടും നൽകി. മുരളീധരന് കിട്ടിയിരിക്കുന്നത് രണ്ടും ഗംഭീര വകുപ്പുകളാണ്, രണ്ടിനും കായകൽപ്പ ചികിത്സ ആവശ്യമാണ്, ആരോഗ്യവകുപ്പിനും ദേവസ്വത്തിനും. കെ മുരളീധരന് കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന 2 ഭാരിച്ച ജോലികളാണ്. ഒന്ന്, ശരീരത്തിന് അസുഖം ബാധിച്ചാൽ അത് ചികിത്സിക്കുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പ്. രണ്ടാമത്, മനസ്സിന് ആത്മാവിന് ഒക്കെ സംതൃപ്തിയും സമ്പുഷ്ടിയും ഉണ്ടാക്കുന്ന ദേവസ്വം വകുപ്പ്. ഈ 2 വകുപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എങ്ങനെ ആരോഗ്യ വകുപ്പിനെ ക്ലിയർ ആക്കാം, ദേവസ്വം വകുപ്പിനെ ക്ലിയർ ആക്കണമെങ്കിൽ വലിയ പാടാണ്. കാരണം സ്വാമിയെ ശരണയ്യപ്പാന്ന് വിളിച്ചുകൊണ്ട് അടിച്ചു മാറ്റുന്നവനെയൊക്കെ ഇനി ഇത് കണ്ടുപിടിച്ച് ക്ലിയർ ആക്കിക്കൊണ്ട് വരണ്ടേ? അതെ, 5 വർഷം പോരാ. 5 വർഷം പോരാ. കിണ്ടി കഴുകാൻ വന്ന പോറ്റി വിഗ്രഹം എടുത്ത് തല വെച്ചുകൊണ്ട് പോയി മദ്രാസിൽ കൊണ്ട് വയ്ക്കേണ്ട അവസ്ഥ നമുക്കൊന്ന് ഊഹിക്കാമല്ലോ. ദ്വാരപാലകനാണ് പോയത് എങ്കിലും പക്ഷേ
ഇപ്പം ഭഗവാനും പോയിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ വലിയ 2 വകുപ്പുകൾ, 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, കേരളത്തിൻ്റെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. യോഗ, അതുപോലെ തന്നെ പ്രാർത്ഥന, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹത്തിന് നന്നാക്കിക്കൊണ്ടുവരാൻ ഒരു പദ്ധതിയുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഭാരിച്ച സാധനം ഉള്ളത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അതെ, അതൊരു ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 25 ലക്ഷം വരെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന ഒരു പദ്ധതി. അപ്പം അത് KSRTC സൗജന്യം കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയും ഈ പദ്ധതിയിൽ അവർ വേറെ ചില കാര്യങ്ങളാണ്. ഇത് സാധാരണക്കാരനുള്ളൊരു പദ്ധതിയാണ്. അത് നാട്ടുകാർക്ക് മുഴുവൻ എന്നുള്ള രീതിയിലല്ല. അത് സാധാരണക്കാർക്ക് സൗജന്യമായും മറ്റുള്ളവർക്കൊരു ഫീസ് ഈടാക്കിക്കൊണ്ടായിരിക്കും മിക്കവാറും സർക്കാർ ചെയ്യുക എന്ന് മുരളീധരൻ ഒരു സൂചന ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട്. ചില പത്രക്കാരോടൊക്കെ പറഞ്ഞു അത് 100% സൗജന്യമായിരിക്കും. കാരണം 25 ലക്ഷത്തിൻ്റെ സൗജന്യം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് പിന്നെ ഖജനാവിലൊന്നും കാണില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സാധാരണക്കാർക്ക് ഇത്, അതായത് ഇത്രയും വലിയ ഇൻഷുറൻസ് ഒന്നും താങ്ങാൻ പറ്റാത്തവർക്ക് ഇത് സൗജന്യ നിരക്കിലും, മറ്റുള്ളവർക്ക് വലിയതല്ല, നിങ്ങൾ മറ്റൊരു ഇൻഷുറൻസ് പദ്ധതിയെ സമീപിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ട ഒരു നിരക്കിലും സർക്കാർ, കാരണം ഒരുപാട് പേര് വരുമ്പം ഈ ഇൻഷുറൻസിൻ്റെ തുക കുറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആനുകൂല്യവും കിട്ടത്തക്ക വിധത്തിൽ, പിന്നെ ക്ലെയിമുകൾ കറക്റ്റായിട്ട് കിട്ടുന്നത് ഉറപ്പാക്കുമെന്നാണ് അദ്ദേഹം. അത് വലിയൊരു കാര്യമാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ക്ലെയിം ചെയ്യും, വീട്ടിൽ വരുമ്പം അറിയാം പിന്നെ ആ ക്ലെയിം ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കും ഡോക്ടർ എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലേ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം എല്ലാം തള്ളി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ 5 ലക്ഷം പറഞ്ഞില്ലേ, അത് ഇവിടെ അടച്ചിട്ടേ നിങ്ങൾക്ക് പോകാൻ ഒക്കുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ. 5 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് അയക്കുണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ അയച്ചപ്പോഴാണ് ഇതിൽ പലതും ഇല്ല എന്ന് പറയുന്നത്. ഈ കുനുകുനാന്നുള്ള അക്ഷരത്തിൽ അവർ ഒത്തിരി കാര്യങ്ങൾ ഒരു 4 പേജ് എഴുതിക്കുക, അതിലെല്ലാം നമ്മൾ ഒപ്പിട്ടാൻ കൊടുക്കും. ഇതിലെ കണ്ടീഷനുകൾ നമുക്ക് വായിക്കാനും പറ്റില്ല, വായിച്ചാൽ അതിൻ്റെ പൂർണ്ണ അർത്ഥം കിട്ടുകയില്ല. പക്ഷേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്, ഈ ക്ലെയിം നിരസിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്തരം ക്ലോസുകളിൽ കൂടെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലൊന്നും യാതൊന്നും കിട്ടിയില്ല എന്നറിയുന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള ചില ചതിക്കുഴികൾ ഇല്ലാതാക്കാനും ഇൻഷുറൻസ് കമ്പനികളുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കും. നേരെ ഇൻഷുറൻസ് പദ്ധതിയിലെ മുടന്ത ന്യായം പറഞ്ഞ് അയാളുടെ ഇൻഷുറൻസ് ക്ലെയിം കളയുന്നതിനെ ഗവൺമെൻറ് നിരുത്സാഹപ്പെടുത്തും, പിന്നെ ആരോഗ്യവകുപ്പ് നിരുത്സാഹപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ പോലും അത് വലിയ ഒരു നീക്കമാണ്. ഇന്ത്യയിൽ ആരും ചെയ്യാത്തൊരു പദ്ധതിയാണ് അക്കാര്യം. അതുൾപ്പെടെ ശ്രീ മുരളീധരൻ ചെയ്യും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹം KPC പ്രസിഡൻ്റായപ്പം കുത്തഴിഞ്ഞ ഒരു കോൺഗ്രസിനെ നേരെയാക്കാൻ ശ്രമിച്ചതാണ്. അദ്ദേഹം ഫുൾ ടൈം ആ പീരീഡ്, 2000-ലെ ആ പീരീഡ്, 2000 മുതൽ, അതെ 2001 മുതൽ 2006 വരെ വരുന്ന ആ പീരീഡിൽ അദ്ദേഹം KPC പ്രസിഡൻ്റായിട്ട് നിന്നിരുന്നെങ്കിൽ കോൺഗ്രസിനും ഗുണമായേനെ. പക്ഷെ അദ്ദേഹത്തിന് അന്നേരം ആരൊക്കെയോ പറഞ്ഞ് മന്ത്രിയാവണമെന്ന് പറഞ്ഞു, MLA ആയി മത്സരിച്ചു, പരാജയം, KPC പ്രസിഡന്റ് സ്ഥാനം പോയി, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വന്നു. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് ഒരുപാട് പ്രായവും പക്വതയും അനുഭവ സമ്പത്തും ഒക്കെ നേടിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അന്നും മിടുക്കനായിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ പോലും ഇന്ന് പഴുതടച്ച ചില മിടുക്കുകൾ കാണിക്കാൻ മുരളീധരന് കഴിയുന്നു എന്നുള്ളത് ഈ 30 ദിവസം കൊണ്ട് നമ്മളെ മനസ്സിലാക്കി തന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു ആരോഗ്യ വകുപ്പും ആത്മീയ ശക്തിയുള്ള ഒരു ദേവസ്വം ബോർഡും ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.